ഒരു മൂക്കുകുത്തിക്കായിട്ട് ഒരാളെ ഒരു വയോധികയെ തീർക്കുക. മറ്റൊന്ന് താമസിക്കാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരാളെ മരണത്തിലേക്ക് പറഞ്ഞയക്കുക. കേരളത്തെ നടുക്കിയ രണ്ട് വയോധിക കൊലപാതകങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഒരു സമൂഹത്തിന്റെ മനുഷ്യത്വം അത് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നത് അതിലെ ദുർബലരായിട്ടുള്ള ആളുകളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിലൂടെ തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ കേരളത്തെ ഞെട്ടിച്ച രണ്ട് പുതിയ കൊലപാതക കേസുകൾ പറയുന്നത് മറ്റൊരു കഥയാണ്. ഒരു കേസിൽ വെറും ഒരു മൂക്കുത്തിക്ക് വേണ്ടിയിട്ട് 66 വയസ്സുകാരിയായിട്ടുള്ള വയോധികയെ തീർക്കുക. മറ്റൊരു കേസിൽ താമസിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 76കാരി ജീവനോടെ കിണറ്റിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിലെ വിവരങ്ങൾ. ഈ രണ്ട് സംഭവങ്ങളും വെറും ഒരു ക്രൈമായിട്ട് മാത്രം മാറുന്നില്ല, നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു ചോദ്യചിഹ്നമായിട്ട് കൂടി മാറുന്നുണ്ട്. ആദ്യം പാലക്കാട് ജില്ലയിലെ ആട്ടയാമ്പതിയിലേക്ക് പോകാം. അവിടെ താമസിച്ചിരുന്നത് 66 വയസ്സുകാരിയായിട്ടുള്ള സരസാളാണ്. ഭർത്താവില്ല, മക്കൾ സമീപത്തില്ല, ഒറ്റയ്ക്കായിരുന്നു ജീവിതം. ഗ്രാമങ്ങളിൽ നമുക്കറിയാം ഇത്തരം ജീവിതങ്ങൾ അപൂർവമൊന്നുമല്ല. പല വയോധികരും സ്വന്തം വീടുകളിൽ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. ഇതിപ്പോ ഗ്രാമങ്ങളിലെ കാര്യം മാത്രമല്ല, നഗരങ്ങളിലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സരസാളിനെ കാണാതെയാകുകയാണ്. ആദ്യം നാട്ടുകാർ കരുതി ബന്ധുവീട്ടിലോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടാകാം. 2 ദിവസം പോയി നിൽക്കണമെന്നൊക്കെ തോന്നാമല്ലോ. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും സരസാൾ തിരിച്ചു വരുന്നതായിട്ട് നാട്ടുകാർ കാണുന്നില്ല. എന്തായാലും ഈ വിവരം മകൾ അറിയുകയാണ്. പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഒടുവിൽ മകൾ. ആദ്യ ദിവസങ്ങളിൽ ഈ കേസിന് വലിയ തുമ്പുകളൊന്നും അല്ലെങ്കിൽ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. സരസാളിന്റെ വീടിനോട് ചേർന്നിട്ടുള്ള പ്രദേശമൊക്കെ പോലീസ് പരിശോധിച്ചു. അയൽവാസികളെ സ്വാഭാവികമായും ചോദ്യം ചെയ്തു. പ്രദേശത്തുള്ള യുവാക്കളെയൊക്കെ കസ്റ്റഡിയിലെടുത്തു, അവരെയും ചോദ്യം ചെയ്തു. അങ്ങനെ അന്വേഷണത്തിന്റെ ദിശ മാറുകയാണ് ചെയ്തത്. അവസാനം ഒരു സംശയത്തിന്റെ നിഴൽ എത്തി നിന്നത് അയൽവാസിയായിട്ടുള്ള ഉദയകുമാറിലേക്കാണ്. പോലീസ് ചോദ്യം ചെയ്യൽ ശക്തമാക്കിയതോടുകൂടിയാണ് ഈ സംശയമുന ഉദയകുമാറിലേക്ക് ചെന്ന് നിൽക്കുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? സരസാളിന്റെ മൂക്കിന്റെ ഇരുവശത്തും മൂക്കുത്തി ഉണ്ടായിരുന്നു. അരപ്പവനോളം വരുന്നതാണ് ഈ രണ്ട് മൂക്കുത്തികളും. അപ്പോൾ ഈ മൂക്കുത്തി ഉദയകുമാർ മുന്നേ തന്നെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത്. അതായത് കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന്റെ പുറത്തല്ല, ചെറിയൊരു സ്വർണ്ണാഭരണം മോഷ്ടിക്കാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കാം. പക്ഷെ ആ ആഗ്രഹം ഒടുവിൽ ചെന്നു ചേർന്നത് ഒരാളെ വകവരുത്തുന്നതിലേക്കാണ്. സംഭവ ദിവസം സരസാൾ പ്രതിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സാരി നൽകിയിട്ടുണ്ടായിരുന്നു. ആ സാരി നൽകിയതിന്റെ പണം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയത് എന്നാണ് അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടിന്റെ സ്റ്റെപ്പിൽ ഇരിക്കുകയായിരുന്നു ഈ ഉദയകുമാർ. സ്വാഭാവികമായിട്ടും മെല്ലെ സരസാളിനെ വീടിന്റെ അകത്തേക്ക് വിളിക്കുകയാണ്. തുടർന്ന് ഇവരെ ആക്രമിക്കുകയാണ്. 66 വയസ്സുകാരിയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം പ്രായം തോന്നിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥതകൾ, പ്രായത്തിൻ്റെതായ അസ്കിതകളൊക്കെ ഉള്ള ഒരു സ്ത്രീയായിട്ടാണ് കാണാനും കഴിയുന്നത്. വെട്ടുകുത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം ഉപയോഗിച്ചിട്ട് കഴുത്തിന്റെ പിന്നിൽ പലതവണ ഇയാൾ അടിക്കുകയാണ്. ആ വയോധികയ്ക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അവിടെ തന്നെ അവരുടെ ജീവൻ നഷ്ടമായി. അതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. മൂക്കുത്തികളും കൈവശമുണ്ടായിരുന്ന പണവും ഒക്കെ ഇയാൾ എടുക്കുകയാണ്. ശേഷം തെളിവ് നശിപ്പിക്കാനായിട്ട് എല്ലാ പ്രതികളെയും പോലെ തന്നെ ഇയാളും ശ്രമിച്ചു. അതിനുവേണ്ടി ഇയാൾ എന്തു ചെയ്തു? കത്തിച്ചു. കത്തിക്കരഞ്ഞ അവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി വീടിന് പിന്നിൽ കുഴിച്ചു മൂടുക കൂടി ചെയ്തു. എത്രയോ ക്രൂരമായ ഒരു കാര്യമാണെന്ന് ആലോചിക്കണം. ഒരാൾ കാണാതായ കേസിൽ നിന്ന് പോലീസ് ഇതൊരു കൊലപാതകമാണ്, ഒരാളെ വകവരുത്തിയതാണ് എന്ന് കണ്ടെത്തുകയാണ് പിന്നീട്. കൊലപാതകത്തിൽ നിന്ന് മൃതദേഹം കത്തിച്ച സംഭവം അങ്ങനെ പോലീസ് കണ്ടെത്തി. അവിടെ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ വരെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് മറ്റാരെങ്കിലും ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളായിരുന്നു എന്നതാണ്. കാരണം ഒരു മൃതദേഹം കത്തിക്കുകയും
കുഴിച്ചു മൂടുകയും ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമായിട്ട് പോലീസ് കണക്ക് കൂട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കേട്ടിരിക്കുന്ന മലയാളിയുടെ മുന്നിലേക്കാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി വരുന്നത്. അത് സ്ഥലം ഗുരുവായൂരാണ്. പ്രായം 76. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കടന്നിട്ടുള്ള ഒരു വയോധിക. പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ജില്ലയിലേക്ക് എത്തുകയാണ്. അവർ കുറച്ചു ദിവസം താമസിക്കാനായിട്ട് ഒരു സ്ഥലം അന്വേഷിക്കുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ മുന്നിലേക്ക് കടന്നു വന്നത് സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സഹായം വാഗ്ദാനം ചെയ്തു, താമസിക്കാൻ സ്ഥലം ഒരുക്കാമെന്ന് പറഞ്ഞു. ഒറ്റക്കായിരുന്ന ആ സ്ത്രീ വിശ്വസിക്കുകയാണ്. പ്രായമായ തന്നെ കൊണ്ട് അയാൾ എന്ത് ചെയ്യാനാണ്? ഇപ്പോഴത്തെ ലോകത്തെക്കുറിച്ച് അവർ ബോധേഡായിരുന്നില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ വിശ്വാസമാണ് അവരുടെ ദാരുണമായിട്ടുള്ള മരണത്തിലേക്ക് അവരെ നയിച്ചതും. വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. ആ തർക്കം പിന്നീട് സ്വാഭാവികമായിട്ടും മർദ്ദനമായി മാറുന്നുണ്ട്. അവർ ഈ മർദ്ദനത്തിനിടെ ഈ സ്ത്രീ അബോധാവസ്ഥയിലാകുകയാണ്. അവർ മരിച്ചു എന്ന് കരുതിയാണ് പ്രതിയിരുന്നത്. പക്ഷെ അതിനുശേഷം മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഈ വയോധികയുടെ കഴുത്തിൽ കല്ലുകെട്ടി സമീപത്തെ കിണറ്റിലേക്ക് തള്ളി എന്നുള്ളതാണ് അന്വേഷണ വിവരങ്ങളിലൂടെ പുറത്തു വരുന്ന ഒരു കാര്യം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ. കൊലപാതകങ്ങളിൽ പലപ്പോഴും പ്രതികൾ കുറ്റം മറച്ചു വെക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അത് സ്വാഭാവികമാണ്. പക്ഷേ ചിലപ്പോൾ കുറ്റബോധം, അഹങ്കാരം അല്ലെങ്കിൽ മദ്യലഹരി അവരുടെ നാവിനെ നിയന്ത്രിക്കില്ല. പല കേസുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കേസിലും അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മദ്യപാനത്തിനിടെ ഈ സുരേഷ് എന്ന് പറയുന്ന പ്രതി ചിലരോട് ഈ സംഭവം പറയുകയാണ്. ഈ വിവരം അങ്ങനെ പോലീസിലേക്കും എത്തി. അങ്ങനെ പോലീസ് പരിശോധന നടത്തുന്നു. കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനകളും അടക്കം ഇപ്പോൾ കേസിന്റെ നിർണായക ഘടകങ്ങളാണ്. പീഡന ശ്രമത്തിനിടെയാണോ, അവരെ ചൂഷണം ചെയ്യാനുള്ള ഇടയാണോ കൊലപാതകം നടന്നിട്ടുള്ളത്, അവരെ വകവരുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കേസുകളും തമ്മിൽ ചില സമാനതകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. രണ്ട് ഇരകളും വയോധികരാണ്. രണ്ടുപേരും കുറ്റവാളികൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യമാക്കാവുന്ന സാഹചര്യത്തിലുമായിരുന്നു. രണ്ട് കേസുകളിലും സംഭവിച്ചത് വിശ്വാസം തന്നെയാണ് പ്രധാന ഘടകമായത്. ഒരാൾ അയൽവാസിയെ വിശ്വസിച്ചു, മറ്റൊരാൾ സഹായം വാഗ്ദാനം ചെയ്തയാളെ വിശ്വസിച്ചു. ആ വിശ്വാസം അവരുടെ മരണത്തിലേക്ക് നയിച്ചു. ഇവിടെ നമുക്ക് ഒരു വലിയ സാമൂഹിക ചർച്ച സത്യത്തിൽ ആവശ്യമാണ്. കേരളത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മക്കളൊക്കെ വിദേശത്തോ മറ്റു നഗരങ്ങളിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുകയാണ്. അച്ഛനും അമ്മയും ഒക്കെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിലൊക്കെ ഒറ്റയ്ക്കാകുന്ന ഒരു സാഹചര്യം. ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരുടെ സുരക്ഷ ആർക്കാണ് ഉറപ്പുവരുത്താൻ സാധിക്കുക എന്നുള്ളത്? അയൽവാസികളെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണോ? പ്രാദേശികമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ കൂടുതൽ ഇടപെടേണ്ട സാഹചര്യങ്ങളുണ്ടോ? പോലീസിന്റെ കമ്മ്യൂണിറ്റി സംവിധാനങ്ങൾ ശക്തമാക്കേണ്ടതുണ്ടോ? ഇവയെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ രണ്ട് കേസുകളും വെറും വാർത്തകളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ നമ്മളത് മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരു വയോധികയും ഇതേ അവസ്ഥ നേരിടേണ്ടി വരും. ഒരു മുക്കുത്തിയുടെ മോഹമാകാം, ഒരു സഹായ വാഗ്ദാനത്തിന്റെ മറവിൽ നടന്ന ക്രൂരതയാണ്. രണ്ട് ജീവനുകളാണ്, രണ്ട് കുടുംബങ്ങൾ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും അവസാനം ബാക്കി നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തില് ദുർബലമായിരിക്കുന്ന ആളുകളുടെയൊക്കെ സംരക്ഷണം ആര് ഏറ്റെടുക്കുമെന്നുള്ളതാണ്.